ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ രണ്ട് ഉണ്ണിക്കണ്ണന്മാരെ കൃഷ്ണവേഷമൊക്കെ ധരിപ്പിച്ച് അമ്പലത്തിൽ ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലാട്ടോ ഞങ്ങൾ. രണ്ടുപേർക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ നേരത്തെ വാങ്ങി വെച്ചു. ഒരു ഡ്രസ്സ് വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് ഋത്തൂട്ടിന് പണ്ട് മേടിച്ചത്. അത് പിന്നെ അവന് പാകമല്ലാത്തതുകൊണ്ട് ന്യൂട്ടന് കൊടുത്തു. ഋത്തൂട്ടിന് പിന്നെ വേറെ തയ്പ്പിച്ചതാട്ടോ. 1.5 മണിക്കൂറത്തെ പരിപാടിയാണ് ഇതുങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ. ഋത്തൂട്ടൻ പിന്നെ ഇതൊക്കെ റെഡിയാക്കാൻ സഹകരിച്ചു കേട്ടോ. അവൻ ഇത്തിരി അറിവായില്ലേ, അതുകൊണ്ടായിരിക്കാം. ന്യൂട്ടന് പിന്നെ പടപ്പായിരുന്നു. അവിടെ കിടന്ന് ഓടിക്കളിക്കൽ കണ്ണെഴുതാനൊന്നും അവൻ സമ്മതിച്ചൊന്നുമില്ല. ഭാഗ്യത്തിന് കൈ വാരത്തേച്ച് വൃത്തികേടായില്ല എന്ന് മാത്രം ന്യൂട്ടൻ്റെ കാര്യത്തിൽ കേട്ടോ. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഇങ്ങനെ ഒരുക്കി കൊണ്ടുപോകണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ കൃഷ്ണവേഷമൊക്കെ ഇട്ട് പോകണമെന്ന് എനിക്കും നിധിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല, സാഹചര്യങ്ങളൊന്നും സമ്മതിച്ചില്ല. പക്ഷെ നമുക്ക് പറ്റാത്തത് അവരിലൂടെ കുഞ്ഞുങ്ങളിലൂടെ സാധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. സങ്കടമില്ല, അത് പറയണില്ല. ഞങ്ങളിത് റെഡിയാക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊന്നും ഇങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ. എങ്കിലും ഇപ്പോഴും വലിയ വലിയ ആൾക്കാരൊക്കെ കൃഷ്ണവേഷമൊക്കെ ഇട്ട് പോകണുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പോകാൻ ഒരു ചമ്മൽ, അവർ നാണക്കേടല്ലേ. നാണക്കേടല്ല, എന്താ പറയുക, ഒരു ചമ്മല്. തള്ള വൈബിലൊക്കെ എത്തി ഞാനിങ്ങനെ ചെയ്യേണ്ട ആൾക്കാരെന്ത് പറയും, അതാണ് ശരിക്കും നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ആൾക്കാരെന്ത് പറയും എന്നൊരു തോന്നൽ അതെനിക്ക് നല്ല പോലെയുണ്ട്. ആ ഒരു തോന്നൽ മാറ്റിയെടുത്താൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പണ്ടത്തെക്കാളും ശ്രീകൃഷ്ണ ജയന്തി ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര പണ്ടുണ്ട്, എങ്കിലും ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ടും. ഇപ്പോൾ കുറേ ഡാൻസ്, പോകുന്ന വഴിക്കൊക്കെ ഡാൻസുകൾ കളിച്ചിട്ടൊക്കെയാണ് പിള്ളേർ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു കൊതി, ദൈവം ഇതൊന്നും എൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമുക്കൊരു സപ്പോർട്ട്, നമുക്കിങ്ങനെ ഒരു പറഞ്ഞിങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെയും കൂട്ടുവിളിച്ച് ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരുടെ ഒരു വല ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാം എന്നൊരു ഇതെടുത്ത് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നെങ്കിലേ. പോട്ടെ, ഇപ്പോൾ ഈ പിള്ളേരൊക്കെ കളിക്കണമെന്ന് ശരിക്കും എനിക്ക് കൊതിയാവുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, കഴിഞ്ഞു പോയില്ലല്ലേ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ പോകുന്ന വഴിക്ക് പിള്ളേർ ഡാൻസൊക്കെ, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് കൃഷ്ണനും ഗോപികമാരും ഒക്കെ ഡാൻസ് കളിക്കുന്നത്. കാരണം ഞാനിപ്പോൾ പല യൂട്യൂബ് വീഡിയോസിലായാലും ഒക്കെ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലുണ്ടെന്ന്. നേരത്തെ പണ്ട് പല സ്ഥലങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ കാണുന്നത് ഇത് ആദ്യമായിട്ട്, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ നാട്ടിൽ കാണുന്നത് കേട്ടോ. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ കാഞ്ഞൂര്. ഡാൻസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ ഘോഷയാത്രയുടെ സമയത്ത് ചെണ്ടകൊട്ടൊക്കെ പണ്ടേ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഗണപതിയായിട്ട് വരുന്നതും പിള്ളേർ, അസുരന്മാർ, ദേവിമാർ, അതുപോലെ ശിവൻ, അങ്ങനെയൊക്കെ വരുന്നത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ ജനത്തിരക്ക് ഈ തവണ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഭയങ്കര റോഡ് മുഴുവനും നിറച്ച ആൾക്കാർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിള്ളേരൊക്കെ ഒരു 6 മണിയപ്പോഴേക്കും വാരിക്കൂട്ടി റെഡിയാക്കി ഞങ്ങൾ നേരെ പോയത് ഒരു 4 കൂടി കവലയ്ക്ക്. അപ്പോൾ പല ഭാഗത്തു നിന്നും ഘോഷയാത്ര അവിടെ ഒന്നിച്ചിങ്ങനെ വന്നിട്ട് ഒരടിച്ചുകൂടി അവിടെ ആയിരുന്നു പിള്ളേരുടെ ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് നേരം ചെണ്ടൊക്കെ കുട്ടികൾക്കാരൊക്കെ നിന്നു. ഭയങ്കര ബ്ലോക്കൊക്കെ ആയി. പിന്നെ ഘോഷയാത്ര നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഘോഷയാത്രയുടെ പുറകെ പോയില്ല. കാരണം പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് പുറകെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരുടെയും ഒടിയുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾ അടുത്തുമ്പോഴേക്കും ഘോഷയാത്ര എത്തിക്കാണും. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ പരിപാടികളൊക്കെ കാണാൻ വന്നിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ പാറൂട്ടിയും കൃഷ്ണവേഷമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞാണ് അവൾ കുഞ്ഞി രാധയായിട്ടാണ് പോയി, ഇത്തവണ അവൾ കുഞ്ഞികൃഷ്ണനായിട്ട് വന്നു. അമ്പലത്തിൽ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എക്സ്ട്രാ ആയിട്ട് ഒരു സ്റ്റേജ് പോലെ കെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉറിയടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറിയടിച്ച് കഴിഞ്ഞ് കൃഷ്ണൻ വന്നിരിക്കാനുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും എൻ്റെ മനസ്സിലുണ്ടായി. അവിടെ ആരോ പറഞ്ഞായിട്ട് കുചേലനും കൃഷ്ണനും തമ്മിലുള്ള മീറ്റിംഗാണ് അവിടെ ദൃശ്യാവിഷ്കാരം പോലെ കാണിക്കണേന്ന്. മീറ്റിംഗ് എന്നൊക്കെ എന്തായാലും എനിക്കൊരു വേർഡ് കിട്ടാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. കൃഷ്ണനെ കാണാൻ കുചേലൻ വരുന്നതാണ് അവിടെ ഒരു സീൻ പോലെ കാണിച്ചു തരുന്നത്. വർത്താനൊന്നും പറഞ്ഞാൽ ജസ്റ്റ് ഒരു സീൻ കാണിക്കുക, അത്രേ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സെയിം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഉറി അടിക്കുന്നതിൻ്റെ ഉള്ളിലായിരുന്നു, പുറമേ ഒന്നും ആൾക്കാർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു സ്റ്റേജ് പോലെ കെട്ടിയായിരുന്നു, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. നല്ല കൺസെപ്റ്റ്, അടിപൊളി കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പദ്യ രാമപുരത്തുകാരൻ്റെ കുചേല വൃത്തം വഞ്ചിപ്പാട്ട്. അപ്പോൾ ഞാനൊരു അമ്മോട് ഇങ്ങനെ പാടി കേൾപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് പണ്ട് നീ പഠിച്ചിട്ടുണ്ടോ, പണ്ട് പഠിച്ചിട്ടുണ്ടോ? അത് അമ്മ ഇങ്ങോട്ട് ചോദിക്കായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓർമ്മയുണ്ട്. അത് അന്ന് ആ സമയത്ത് ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഒരു താളത്തിൽ അന്ന് ആരോ ടീച്ചറാണോ അതോ പിള്ളേരാണോ ഒന്ന് പാടിയെന്നറിയില്ല. ആ ഒരു ടൂണിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫുള്ളൊന്നും ഓർമ്മയില്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. തുടക്കമൊക്കെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും, നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പൂരപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നായിക്കണം. അത് ശരിക്കും എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ. കറക്റ്റ് സ്ഥലത്ത് സ്റ്റോപ്പിട്ട് വേണം പാടാൻ. ഇത് ശരിക്കും ഞാൻ അങ്ങനെയല്ല പാടി വെക്കണം. എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ജസ്റ്റ് ചൊല്ലി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ ഏത് ട്യൂണിലാണ് പാടേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാനപ്പം അന്നത്തെ ഒരു ട്യൂൺ ഓർത്തെടുത്ത് ഞാൻ പാടിയതാണ് കേട്ടോ. പാടിയതല്ല, ചൊല്ലിയതാണ്. ഞാൻ ചൊല്ലിയതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ക്ഷമിക്കണം. കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥകൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. കുചേലൻ്റെ വേറൊരു പേര് സുധാമ എന്നാണ്. അപ്പോൾ കുചേലനും കൃഷ്ണനും ഒന്നിച്ച് ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ചു വളർന്നവരാണ്. കുചേലൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നു കേട്ടോ. കുചേലൻ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. ഭാര്യയും മക്കളും അപ്പുറത്തെ വീടുകളിലൊക്കെ ഭിക്ഷ യാചിച്ചിട്ടാണ് ഓരോ ദിവസത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞുകൂടിയിരുന്നത്. ചില ദിവസങ്ങൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിത്യവൃഷ്ടിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പാടുപെട്ടിട്ടുണ്ട്. കുചേലൻ ഒന്നും അറിയാറില്ല. ഭാര്യ എന്തെങ്കിലും ഭിക്ഷയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഭർത്താവിന് കൊണ്ട് വെച്ചുണ്ടാക്കി കൊടുക്കും. അതിന് ശേഷമാണ് മക്കൾക്കും കൊടുക്കാറ്. ചില ദിവസം ഒന്നും
ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാടായി ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ട് എങ്ങൊന്നും കിട്ടാതെയായി. അവസാനം ഭാര്യ കുചേലനോട് പറയാണ്, എനിക്ക് പറ്റുന്നില്ല, ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, എനിക്ക് ഒരു ദിവസത്തേക്കെങ്കിലും അന്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, 3 നേരമെങ്കിലും 1 നേരമെങ്കിലും കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പറയാണ്. ഭഗവാനെ ഒന്ന് പോയി കാണ്, കൃഷ്ണനെ സുഹൃത്തല്ലേ, ഒന്ന് പോയി കാണ്, നമ്മുടെ അവസ്ഥയൊന്ന് പറയും എന്നൊക്കെയാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ കുചേലൻ പറയും, എനിക്ക് അതിനൊന്നും പറ്റില്ല, എൻ്റെ അവസ്ഥ പോയി പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാമല്ലോ, അല്ലാതെ ഞാൻ ചോദിക്കില്ല, ഭഗവാനെ കാണാനായിട്ടൊരു അവസരം നീ ഉണ്ടാക്കി തരുന്നതാണ്, ഭഗവാനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് വരാം, എന്തായാലും ഞാൻ അവിടെ വരെ പോവാം, പക്ഷെ ഞാൻ ഒന്നും ചോദിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ദ്വാരകയിലേക്ക് കുചേലൻ പോകുന്നത്. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും തന്നു വിടണം, വെറും കൈയോടെ എനിക്ക് ഭഗവാനെ കാണാൻ പോകാൻ പറ്റില്ല, എന്തെങ്കിലും തന്നു വിടണം. ഇതിലിങ്ങനെ പറയുന്നുണ്ട്, യഥാശക്തി മലർക്കാന്യം ഒക്കെയുമാകാം, എന്തെങ്കിലും തന്നു വിടണം എന്നാണ് പറയണത്. ഭാര്യയാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യാനാ? അപ്പം അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി യാചിച്ച് അവല് കൊണ്ടുവന്ന് ഒരു കിഴിയിലാക്കി, അതും ഒരു കീറി പറഞ്ഞൊരു തുണിയിൽ, മുഷിഞ്ഞൊരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ഈ കുചേലൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ എല്ലിച്ച് അസ്ഥിയും പഞ്ചറായിട്ടാണ് പുള്ളി ഇരിക്കുന്നത് തന്നെ. അന്വേഷിച്ച് ദിവസങ്ങളോളം നടന്ന് ഭഗവാനെ കാണാൻ വേണ്ടി ചെല്ലാണ് ദ്വാരകയിലേക്ക്. അപ്പോൾ അവിടുത്തെ പാലകരൊന്നും സമ്മതിക്കില്ല അകത്തേക്ക് കടത്തി വിടാനായിട്ട്. കാരണം ഇങ്ങനൊരു കോളത്തിലിരിക്കുന്ന ഒരാൾ ഭഗവാന്റെ സുഹൃത്താന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? അതുപോലെ അല്ല ഇരിക്കുന്നത്. മിത്രത്തെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണൻ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ മിത്രത്തിന്റെ കാലുകളെല്ലാം കഴുകി ആ തീർത്ത് സേവിച്ചു. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നൽകി കൈയും കാലും എല്ലാം തിരുമ്മിക്കൊടുത്തു, സ്വന്തം പീഠത്തിലിരുത്തി സ്വന്തം കൈ കൊണ്ട് തന്നെ വീശി കൊടുത്തു എന്ന് പറയണേ. പക്ഷെ കുചേലനാണെങ്കിൽ തൻ്റെ നാണക്കേട് ഓർത്തിട്ട് ഒന്നും പറഞ്ഞില്ല, തൻ്റെ കയ്യിലിരുന്ന അവലിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. കൃഷ്ണൻ പക്ഷെ കുചേലൻ്റെ കക്ഷത്തിൽ നിന്ന് ആ അവലെടുത്ത് കഴിച്ചു എന്ന് പറയണത്. പൊടിയും മണ്ണും ഒക്കെ നിറഞ്ഞതായിരുന്നു. പിന്നെ ഒരു തുണിയാണെങ്കിലും പഴകിയൊരു തുണിയിലാണ് കിട്ടിയായിരുന്നു. എങ്കിലും അതൊന്നും കൃഷ്ണൻ കാര്യമാക്കില്ല, വലിയ ആസ്വദിച്ച് തന്നെ അത് കഴിച്ചു എന്നാണ് പറയണേ. എൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ പോയിട്ട് ഒന്നും പറയാതെ തിരിച്ചു വരണ്ടോ എന്ന് കുചേലന് പറയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. എങ്കിലും ഒന്നും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിലെത്തണ വരെ വീടിനെ പറ്റി ഒരു ചിന്തയും കുചേലൻ അലട്ടിയിരുന്നില്ല. വീട്ടിലെത്തിയ വഴി വീട് കണ്ടപ്പോൾ കുചേലൻ ആകെ ഞെട്ടിപ്പോയി. കാരണം വീടിന്റെ സ്ഥലത്തൊരു കൊട്ടാരം, തന്റെ ഭാര്യ മക്കളൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നിൽക്കുന്നുണ്ടപ്പോൾ ആകെ അത്ഭുതം. ഭഗവാൻ തന്റെ ലീല കൊണ്ട് പറയാതെ തന്നെ വിഷമം മനസ്സിലാക്കി അനുഗ്രഹിച്ചതോർത്ത് കുചേലൻ ആകെ സന്തോഷം കൊണ്ട് ആനന്ദാശ്രു പൊഴിഞ്ഞു. ഇതെനിക്കറിയാവുന്ന കഥയാട്ടോ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചിട്ട് ശരിയായ കഥ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കഥ പറഞ്ഞ സമയം പോയില്ലേ? അടുത്തായിട്ട് ഉറി അടിക്കലായിരുന്നു. 2 ഉറി ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും കൂടി വട്ടം കൂടി 2 ഉറി അടിച്ച് തകർത്ത് തരിപ്പണാക്കി വെച്ചിട്ടുണ്ടായി. ഉറി അടിക്കുന്നതിനിടയിൽ മേളം കൂടി തിമർത്തപ്പോൾ സംഗതി അങ്ങോട്ട് കളറായി. കൃഷ്ണന്മാരൊക്കെ കിടന്ന് തുള്ളായിരുന്നു കേട്ടോ. പ്രസാദമായിട്ട് എല്ലാവർക്കും അവലൊക്കെ കിട്ടി. അതൊക്കെ വാങ്ങി വീട്ടിലെത്തി പെട്ടെട്ടതേ. അപ്പൊ ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ ഞാൻ അടിച്ചു വിളിച്ചു. അപ്പൊ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാട്ടെ. ബൈ ബൈ.